ഇന്നും ഒരു കാര്യമായ ഒരു പുരോഗതിയും ഇല്ല, ഒരു പുരോഗതിയും ഇല്ല. ഇപ്പോൾ ഞങ്ങൾ അന്നത്തെ ദിവസത്തെ അതേ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ഓരോ ദിവസവും പ്രതീക്ഷയോടാണ് നമ്മളിവിടെ വരുന്നത്. ഇപ്പോൾ ഇന്നലെ ആണെങ്കിലും വന്നു, ഇന്നാണെങ്കിലും വന്നു. ഇന്നിപ്പോൾ ഇതിനൊരു തീരുമാനമില്ല, വ്യക്തമായ ഒരു പ്ലാനില്ല. എന്താന്ന് ഒരു പ്രതീക്ഷ അവസാനത്തിലേക്ക് ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത 10-ാം തീയതിയുള്ള ഒരു മീറ്റിംഗ്, അതും കൂടി ഇങ്ങനെയൊക്കെ ഇവർ ഇത്രയും ഡിലേ ആക്കുകയാണെങ്കിൽ ഇനിയും അതും ഡിലേ ആവുമെന്നാണ് ഞങ്ങളുടെ ഒരു ഭയമുള്ളത്. ഈ 10-ാം തീയതി മീറ്റിംഗ് വരെ കാര്യങ്ങൾ ഫ്രീസ് ചെയ്ത് വെക്കും എന്നാണ് നേരത്തെ പുറത്തു വന്ന വിവരങ്ങൾ അല്ലേ? പക്ഷേ അതൊരു റിയാലിറ്റിയിലേക്ക് വന്നില്ല. അതായത് ഇപ്പോൾ നമുക്ക് കമ്പനിയിൽ അതേപോലെ തുടരാമെന്നുള്ളതാണ് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ഇപ്പോൾ ഈ കമ്പനിയുടെ സൈഡിൽ നിന്ന് ഇപ്പോൾ ഗവൺമെൻറ്റിനെ ഒരു എന്താ പറയുക, ഒരു പുല്ല് വില കൽപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അവരിപ്പോൾ ഓഫീസ് തുറന്ന് തരുന്നില്ല, അങ്ങനത്തെ രീതിയിലാണ് ഇപ്പോൾ അവരുടെ മൂവ്മെൻ്റ് ഉള്ളത്. ഇപ്പോൾ ഇന്നലെ രാത്രിക്ക് വന്നിട്ട് ഇവിടെ മൊത്തത്തിൽ അവർ ക്ലോസ് ചെയ്ത് പോയതാണ് ജിസിൽ പറഞ്ഞതുപോലെ. അപ്പോൾ അതുമല്ല, ഇപ്പോൾ ഇനി 10-ാം തീയതി അവർ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അതും അതേപോലെ ഇവർ HR ഡിപ്പാർട്ട്മെൻറ്റ് ഇവരൊക്കെ പറയുന്നത്, അതായത് ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഈ ജസിക്ക പറഞ്ഞതുപോലെ ഇപ്പോൾ കാലിക്കറ്റാണ് ഇപ്പോൾ ഇതിന് വൈസ് പ്രസിഡൻ്റ് ഉള്ളത്. അപ്പോൾ അവരൊക്കെ കിട്ടാന്നുള്ളത് ഒരു സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അതുപോലെ ഇവരെ ഭാഗത്തുനിന്ന് നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ഇപ്പോൾ 6-ാം തീയതി മീറ്റിംഗ് ഉള്ളത് 10-ാം തീയതി പറ്റുമെന്നുള്ളത് അവർ പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഓഫീസ് തുറക്കുന്ന കാര്യത്തിൽ മാത്രം ഇവർ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നുള്ള മനസ്സിലാവുന്നില്ല. ആളുകൾക്ക് പെട്ടെന്നൊരു അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയാണ്. എങ്ങനെയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ജോലി നഷ്ടപ്പെടുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് യോഗ്യത ഉള്ളവരാണ്? ഇവിടെ ആളുകളാണ് ഇവിടെ താമസിച്ച് ജോലി ചെയ്യുന്നവരാണോ? അതെ, ഇവിടെ താമസിച്ച് ജോലിയാണ്. അപ്പം അതുപോലെ അവരെ കുടുംബങ്ങളാണ് പട്ടിണിയിലാവുന്നത്. അത് ഒരൊറ്റ രാത്രി കൊണ്ടാണ് നമ്മളിങ്ങനെ ആവുന്നത്. അതിനൊരു നടപടി വേണമെന്നാണ്. ഇത്രയും ദിവസമായി, ഒരു 5 ദിവസം 4 ദിവസമായി നമ്മളിവിടെ നിൽക്കണേ. ഇനി എന്താ ചെയ്യേണ്ടതെന്നാണ് ആർക്കും അറിയാത്തത്. അതായത് ഒരു ദിവസം രാവിലെ ജോലിക്ക് വരുമ്പോൾ ലോഗൗട്ട് ചെയ്യാൻ പറയുന്നു അല്ലേ, പിരിഞ്ഞു പോകുമെന്ന് അറിയിക്കുന്നു. അതെ, ഒരു ദിവസം രാവിലെ വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്. അതും നല്ലൊരു കമ്പനിയായിരുന്നു. കാലിക്കറ്റ് എന്ന് വെച്ചാൽ ബെസ്റ്റ് പെർഫോമിലൊരു കമ്പനിയായിരുന്നു. അതൊരു ദിവസം കൊണ്ട് പൂട്ടണമെങ്കിൽ അതിനുള്ള കാരണം നമുക്ക് വ്യക്തമാവേണ്ടത്. അതും കേരളത്തിൽ മാത്രമാണ്. എന്തുകൊണ്ട് കേരളം എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അതായത് സ്ഥാപനം പ്രോഫിറ്റബിൾ ആയിരുന്നു അല്ലേ? അവരുടെ CSRൻ്റെ ഒക്കെ അവാർഡൊക്കെ കിട്ടിയതൊക്കെ സൈറ്റുകളിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബെസ്റ്റ് പെർഫോമിംഗ് നമ്മളെ കമ്പനിയാണ്. അതെന്തുകൊണ്ട്? അതും കേരളത്തിൽ മാത്രം. ഇൻ കേസ് ചെന്നൈ ഭാഗത്തൊക്കെ ഇപ്പോഴും നല്ല, അതും ഹയർ ചെയ്യുക. ഇത്രയും എംപ്ലോയീസിനെ ഇവിടുന്ന് വിട്ടിട്ട് മറ്റൊരു ഭാഗത്ത് ഇത്രയും ആളെ ഹയർ ചെയ്യണേ. എന്തുകൊണ്ടാണ് നമുക്കിത് അറിയേണ്ടതാണ് നമുക്ക് ആവശ്യം. പെട്ടെന്നൊരു ജോലി കണ്ടെത്തുക എന്നൊക്കെ പറയുന്നത് എത്ര ശ്രമകരമാണെന്ന് നമുക്കറിയാം. നല്ല ഡിഫിക്കൽട്ടാണ്. കാരണം ഇവിടെ ഉള്ളത് ഡിഗ്രി ഉള്ളവരാണ്, കേവലം ഡിഗ്രി, പിന്നെ അതൊരു കോഴ്സ് എടുത്ത് പഠിക്കുന്നതാണ്. ഇനി എന്താണ്, കുറേ ആൾ 35 എബവ് ഉള്ള ഏജുള്ള ആൾക്കാരുണ്ട്. അവരിനി എന്ത് പഠിക്കണം? അതോ അത്രയും കുടുംബം, കാരണം വെച്ചാൽ ഭാര്യയും ഭർത്താവും ഇവിടെ ജോലി ചെയ്യുന്നവരുണ്ട്. അവർക്ക് ഇനി എന്താണ്, ഒരു രാവിലെ കൊണ്ടാണ് ഇവിടെ ഒരു ജോലി നഷ്ടമാണ്. ഇനി എന്താണ് അവർ ചെയ്യേണ്ടതെന്നാണ് നമുക്ക് അറിയാൻ പറ്റാത്തത്. അതുകൊണ്ട് നമ്മളിവിടെ പ്രതിഷേധിക്കണം, എന്താ ചെയ്യേണ്ടത്. പക്ഷെ നമ്മൊരു ആക്രമണത്തിലെ രീതിയിലല്ല നമ്മൾ പോകുന്നത്. പക്ഷെ നമുക്കിതിനൊരു നടപടി വേണമെന്നാണ് നമുക്കിപ്പം ഉന്നയിക്കാനുള്ളത്. ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പൊക്കെ ഒരു മുന്നറിയിപ്പ് നൽകിയാൽ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് മാർഗ്ഗങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. അതെ, ഒരു ഇൻഫോർമേഷൻ കിട്ടിയെങ്കിൽ നമുക്ക് എന്തെങ്കിലും മുന്നോട്ട്, അല്ലെങ്കിൽ വേറെ ഇപ്പോൾ ഹയർ ചെയ്യുന്ന ഭാഗത്തേക്ക് നമുക്ക് ലൊക്കേഷൻ മാറോ എന്തെങ്കിലും നമുക്ക് ചെയ്യായിരുന്നു. പക്ഷെ ഒരു രാവിലെ കൊണ്ട് നമുക്കിത് മാറുമ്പോൾ ഇൻ കേസ് UG അല്ലെങ്കിൽ PG താമസിക്കുന്നവർ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നമുക്ക് അറിയാൻ പറ്റാത്തത്. മറ്റു മാർഗ്ഗങ്ങളും എല്ലാം ഉണ്ടായിരുന്നോ? എന്തായാലും ചോദിച്ചു. അല്ല, മറ്റു മാർഗ്ഗങ്ങളും എല്ലാം കുടുംബത്തിലുണ്ടായിരുന്നോ? പെട്ടെന്ന് ഇങ്ങനെ ജോലി നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ മാർഗം എന്നല്ല, ഞാൻ ഇത്രയും പഠിച്ച് കഷ്ടപ്പെട്ട് എനിക്കൊരു കരിയറായി സമയത്ത് നമ്മുടെ പെർഫോമൻസ് ബേസിലാണ് നമ്മൾ ഇതിനെ വല്ലതും ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ. നമ്മുടെ പെർഫോമൻസ് ഇല്ല, ഒരു രാവിലെ വന്നിട്ട് നമ്മളോട് പൊക്കോളം പറഞ്ഞാൽ ദാറ്റ്സ് നോട്ട് ഫെയർ. അപ്പോൾ അതാണ് നമ്മൾ ചോദിക്കുന്നത്, റീസൺ എന്താണ്, വൈ കേരള എന്നുള്ളൊരു കാര്യം ഞാൻ ചോദിക്കുന്നത്. കാരണം ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഹയറിങ് നടക്കുന്നുണ്ട്, നമ്മളിവിടെ മൊത്തമായിട്ട് കേരളത്തിലെ കൊച്ചി, കോഴിക്കോട് പുറത്താക്കുന്നു. അതിനുള്ള റീസണാണ് ചോദിക്കുന്നത്. നമുക്കിവിടെ ടെർമിനേഷൻ ഉണ്ടാവാറുണ്ട്, പക്ഷെ അതെല്ലാം ബേസ്ഡ് ചെയ്യുന്നത് പെർഫോമൻസ് വെച്ചിട്ടാണ്. പക്ഷെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് നമ്മുടെ പെർഫോമൻസ് എന്താണെന്നുള്ളത്. അതൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം രാവിലെ വന്നിട്ട് യു ആർ ഫയേർഡ് എന്ന രീതിയിൽ പറയുന്ന സമയത്ത് അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഫയേർഡ് അല്ല, പക്ഷെ എല്ലാവരും ഒരുപോലെ പുറത്താക്കുന്നു. പെർഫോമൻസും മറ്റൊരു ബേസിസും അല്ല, ഒരു സ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന രീതിയിൽ മാത്രമല്ല, ഹൈദരാബാദിലും ചെന്നൈയിലെ ആളുകൾക്ക് ആ പ്രശ്നമില്ല. ഇല്ല, നമ്മളെ പെർഫോമൻസ് ഒന്നുമല്ല. അവർ പറയുന്ന കാര്യം ഇത് നിങ്ങളുടെ പെർഫോമൻസ് ഒന്നുമല്ല, കമ്പനി ലോസാണ്. പക്ഷേ കമ്പനി ലോസാണെന്ന് നമുക്ക് തോന്നില്ല. കാരണം ഇവർ ലിങ്ക്ഡിനിൽ ഷെയർ ചെയ്യുന്ന പല കാര്യങ്ങളും ഒക്കെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്.
ഇപ്പോൾ എൻ്റെ കാര്യം വിടും, ബാക്കിയുള്ള പല ആളുകളുണ്ട്. നെക്സ്റ്റ് മന്ത് മാരേജ് ഉള്ളവരുണ്ട്, 2 months മാരേജ് ഉള്ള, ഇവിടെ കപ്പിൾസ് ഉണ്ട്. അപ്പോൾ ഇവരുടെ ഒക്കെ ഒരു ഇൻകമാണ് ഇവിടെ ഇതാവുന്നത്. നിങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരൊക്കെ അവിടെ അങ്ങനെയുള്ളവരുണ്ട്, ഹൈ സാലറി എല്ലാവരും ഒക്കെ ഉണ്ട്. ഇത്രയും പേരെ എവിടെ ഇനി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? ഇനി എവിടെ എല്ലാവരും ഇത്രയും പേര് ചെയ്യുന്നില്ല? ശരി, എല്ലാവരും നമ്മൾ പറയുന്നത് കേൾക്കാം, നെക്സ്റ്റ് ഒരു ജോബ് നോക്കിയാൽ പോരെ. ഇത് ഈസി അല്ല. കാരണം നമ്മൾ നെക്സ്റ്റ് ജോബ് എന്ന് പറയുന്നത് ഒരിക്കലും പ്രത്യേകിച്ച് IT ഫീൽഡിൽ മൊത്തത്തിലൊരു ക്രൈസിസ് ഉണ്ട് താനും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതെ. പിന്നെ ഈ 800-900 പേരെ എവിടെ അവർ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അതുപോലെ നമുക്ക് അതിനുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു റിപ്ലൈ വേണം. ഇതൊരു സ്ട്രൈക്കോ സമരം അങ്ങനെയൊന്നും അല്ല നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു ആൻസർ വേണം അവരുടെ കയ്യിൽ നിന്ന്. ഈവൻ അറ്റ്ലീസ്റ്റ് ഇത് തുറന്നു തരാമെന്നുള്ളൊരു മാനസിക പരിഗണന അവർക്ക് കാണിക്കുമായിരുന്നു. ഇന്നലെ മുതൽ നമ്മൾ ഈ വെയിലത്ത് നിൽക്കുന്നുണ്ട്, മഴയത്ത് നിൽക്കുന്നുണ്ട്. ഇന്ന് അത്രയും ടയേർഡാണ് എല്ലാവരും. ഞങ്ങളിപ്പം 3ാമത്തെ ഡേറ്റാണ് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പം ഞങ്ങളടുത്ത് പറഞ്ഞിരിക്കുന്നത്, ഫൈനൽ പറഞ്ഞിരിക്കുന്നത് 10-ാം തീയതിയിലാണ്. അത് ഞങ്ങൾക്ക് ഒഫീഷ്യലായിട്ടൊന്നുമല്ല, ഞങ്ങൾക്ക് വാക്കാൽ ഞങ്ങളടുത്ത് വീണ്ടും പറയുന്നു. ഒഫീഷ്യലായിട്ട് ഞങ്ങൾ ചോദിച്ചപ്പം അവർക്കും ഇതിനെക്കുറിച്ച് ഒഫീഷ്യലായിട്ടുള്ളൊരു രേഖയും കിട്ടിയില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ ഞെട്ടിയിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ പുറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ കണ്ടതാണ്. ഇന്നലെ നമ്മൾ എറണാകുളത്ത് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് നമ്മളൊരു ചർച്ചയിൽ, കോഴിക്കോടിനെ റെപ്രസെൻറ്റേറ്റീവ് ഞാനാണ് പോയിരുന്നത്, ഒരു ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അവിടെ കമ്പനിയുടേതെന്ന് അവകാശപ്പെടുന്ന ഒരു ലീഗൽ അഡ്വൈസർ അദ്ദേഹം അവിടെ ഇന്നലെ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലായത്, ഞാനതൊന്ന് ചുരുക്കി പറയാം. നമ്മൾ ആ ഒരു ഇതിൽ ലേബർ കമ്മീഷണർ, പിന്നെ ബഹുമാനപ്പെട്ട അവിടുത്തെ MLA ഉമാ തോമസ് അവരൊക്കെ പങ്കെടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അദ്ദേഹം കാര്യങ്ങളൊക്കെ നിയമത്തിൻ്റെ വശം പറഞ്ഞു. ആദ്യം കുറച്ച് സമയം ഇരുന്ന് നിയമത്തിൻ്റെ വശം പറഞ്ഞിട്ട് ഞങ്ങൾ 3 മാസത്തെ നോട്ടീസ് പീരീഡിന് പകരമായിട്ട് സാലറി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഘടകങ്ങളൊക്കെ പറഞ്ഞു. യൂണിയൻ നേതാക്കളൊക്കെ അന്ന് അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ കൂട്ടത്തിൽ അദ്ദേഹം ഒരു വാക്കുകൂടെ പറഞ്ഞു. അതായത് കേരളത്തിൽ ഇത് ഇത്രയും വലിയൊരു ഇഷ്യൂ ആവുമെന്ന് അവർ ചിന്തിച്ചില്ല എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അവർ ആ ഒരു രീതിയിലാണ് ഇത് ഹാൻഡിൽ ചെയ്തത്. എന്നിട്ട് ആ ഒരു മീറ്റിങ്ങിന് ശേഷം നിങ്ങളെല്ലാവരും കണ്ടതാണ്, അവിടെ വന്നിരുന്ന എല്ലാ പത്രമാധ്യമങ്ങളുടെയും മുന്നിലും ദൃശ്യമാധ്യമങ്ങളുടെയും മുന്നിലിരുന്നിട്ട് ബഹുമാനപ്പെട്ട MLAയും ലേബർ കമ്മീഷണറും പറഞ്ഞത്, ഞങ്ങൾക്ക് 10-ാം തീയതിയിലേക്ക് അവരുമായിട്ട് ഞങ്ങൾ ചർച്ചയ്ക്ക് ശ്രമിക്കുന്നുണ്ടെന്നാണ് ലേബർ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. നാളെ മുതൽ, അതായത് ഇന്ന് മുതൽ അവർക്ക് കൃത്യമായി അവരെ ഓഫീസിലേക്ക് പ്രവേശിക്കാം. 9 മണി മുതൽ 6 മണി വരെ അവർക്ക് ഓഫീസിലിരിക്കാം. ഒരു പക്ഷേ, അങ്ങനെ തന്നെയാണ് MLAയുടെ വകകൾ, ഒരു പക്ഷേ അവർക്ക് അവരുടെ ജോലി, അതായത് ഞങ്ങളിവിടെ ഒരു ചാർട്ട് പ്രോസസ്സിംഗ് എന്നാണ് ഞങ്ങൾ പറയുക, ആ ജോലി അവർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവർക്ക് അവിടെ പ്രവേശിക്കാനും അവർക്ക് ഇരിക്കാനും അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നുള്ളൊരു വാക്ക് ഞങ്ങൾക്ക് തരുന്നതിന് മുമ്പ് അത് മാധ്യമങ്ങൾക്ക് നൽകിയിട്ടാണ് ഞങ്ങളോട് പറയുന്നത്. അത്രയും പബ്ലിക്കായിട്ട് കൊടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതവർക്ക് കിട്ടിയിരിക്കുന്നത് കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒരു ഉറപ്പില്ലാതെ ഒരിക്കലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി അത് പറയുമെന്നോ ഒരു ലേബർ കമ്മീഷണർ അത് പറയുമെന്നോ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ആ വാക്ക് വിശ്വസിച്ചുകൊണ്ടാണ് 900-ഓളം വരുന്ന ജീവനക്കാർ കൊച്ചിയിലും കോഴിക്കോടുമായിട്ട് ഇന്ന് വന്നത്. അപ്പോൾ ഇന്ന് കോഴിക്കോട് വന്നിരിക്കുമ്പോൾ നമ്മൾ കണ്ട അവസ്ഥ എന്താണ്? ഞങ്ങൾക്ക് ഈ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് പ്രവേശനമില്ല. ഈ ബിൽഡിങ്ങിനകത്തേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ വഴികളും അവർ അടച്ചിരിക്കുകയാണ്. ഈ ലേബർ ഈ ലീഗൽ അഡ്വൈസർ ഇന്നലെ അവിടെ നിന്ന് പറഞ്ഞത്, കോറോ ഹെൽത്ത് എന്ന കമ്പനിക്ക് നിലവിൽ കേരളത്തിലെ ഈ ഓഫീസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിപ്പോൾ കംപ്ലീറ്റ്ലി ഇൻഡിക്യൂബിൻ്റെ അണ്ടറിലാണ്. ഞങ്ങൾ അവരായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അങ്ങനെയാണ് ഇന്നലെ പറഞ്ഞത്. നിങ്ങൾക്ക് MLAയോടോ അല്ലെങ്കിൽ ലേബർ കമ്മീഷനോടോ ചോദിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അവരങ്ങനെയാണ് പറഞ്ഞത്. ഇന്ന് ഇവിടെ ബഹുമാനപ്പെട്ട ഇവിടുത്തെ MLA അഡ്വക്കേറ്റ് ജയന്ത് വന്നപ്പോൾ ഈ ഇൻഡിക്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു മാനേജറുണ്ട്, അദ്ദേഹം വിഷ്ണു എന്നാണ് പേര്. അദ്ദേഹം പറഞ്ഞു അവർക്ക് പോലും ഈ സ്ഥാപനത്തിനുള്ളിലേക്ക് പ്രവേശനമില്ല. ഇന്നലെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇന്നലെ രാത്രി ഈ കോറോ ഹെൽത്ത് കമ്പനിയുടെ അധികാരികൾ വന്നിട്ട് ഇതിൻ്റെ താക്കോല് വാങ്ങിച്ച് ഇവരെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങിയിട്ട് അവരുടെ കോറോ ഹെൽത്തിൻ്റെ പൂട്ടിട്ട് ഇത് പൂട്ടിയിട്ടാണ് പോയിരിക്കുന്നത്. നിങ്ങൾക്ക് അദ്ദേഹം ഇവിടെ ഉണ്ട്, അദ്ദേഹത്തോട് ചോദിക്കാം. അദ്ദേഹം ഈ വാക്ക് അഡ്വക്കേറ്റിൻ്റെ MLAയുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാനത് കൺഫേം ചെയ്തു. നിങ്ങളെ മുന്നിൽ നിന്നാണ് ഞാനത് കൺഫേം ചെയ്തത്. ഉറപ്പാണോ നിങ്ങൾ ഈ പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഞാൻ പറഞ്ഞു ഇന്നലെ ഇങ്ങനെയാണ് ലീഗൽ അഡ്വൈസർ വന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇല്ല, ഇതിങ്ങനെയാണ് സംഭവിച്ചത്. MLA അതൊന്നുകൂടെ കൺഫേം ചെയ്തു, ഡബിൾ കൺഫേം ചെയ്തു. ഉറപ്പാണല്ലോ എൻ്റെ മുന്നിൽ നിന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു അതെ. അപ്പോൾ ഈ കമ്പനി വ്യക്തമായ ദാർഷ്ട്യമാണ് ഇവിടെ കാണിക്കുന്നത്. അവർ ഗവൺമെൻറ്റിന് കൊടുത്തു എന്ന് ഗവൺമെൻറ് ഞങ്ങളോട് പറയുന്ന വാക്ക്, ഞങ്ങൾക്കിപ്പോൾ അത് അങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ. അതായത് ലേബർ മിനിസ്റ്റർ ഇന്നലെ എല്ലാ ന്യൂസ് ചാനലിലും എന്ന് പറഞ്ഞ വാക്ക് 10-ാം തീയതി ചർച്ച, ഞങ്ങളോട് കമ്പനി പറഞ്ഞിട്ടില്ല, അവർ ഗവൺമെൻറ്റിനോട് പറഞ്ഞതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങളോടും നിങ്ങളോടും പറഞ്ഞത് ഗവൺമെൻറ്റാണ്. ആ വാക്ക് പോലും പാലിക്കാനോ അവരോട് പറയുന്നത് പച്ചക്കള്ളമാണെന്ന് ഇവിടെ വ്യക്തമായിരിക്കുക. ഇനി എന്ത് വിശ്വസിച്ചാണ് ഈ 10-ാം തീയതിയിലെ ചർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കേണ്ടതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഈ അടുത്ത വെള്ളിയാഴ്ച 10-ാം തീയതി എന്ന് പറയുമ്പോൾ ഈ വരുന്ന വെള്ളിയാഴ്ചയാണ്. 7 ദിവസം 8-ാമത്തെ ദിവസമാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നം ആരംഭിച്ചിട്ട്.
ഈ 8 ദിവസം ഇതിങ്ങനെ അനിശ്ചിതത്തിൽ തുടരുക. ഇത് എന്ന് തീരുമാനമാകുമെന്ന് വെച്ചിട്ട് കാത്തിരിക്കണം. എന്നിട്ട് ഇപ്പം ഞങ്ങളുടെ MLA പറഞ്ഞത് അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് പോകും, ഞങ്ങൾ കമ്പനി ഇവിടെ തുടരാനാണ് ശ്രമിക്കുന്നത്. ഞങ്ങൾ അതിന് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടത് ഈ കമ്പനി ഇവിടെ തുടരുക എന്നുള്ളതാണ്. പക്ഷേ എത്ര കാലം ഈ വെള്ളിയാഴ്ച വന്നിട്ട് ഞങ്ങളോട് പറയുക അവർ ആരും റെസ്പോണ്ട് ചെയ്തില്ല, തിങ്കളാഴ്ച നോക്കാം, ഞങ്ങളത് വിശ്വസിക്കണമെന്നാണോ പറയുന്നത്? അപ്പോൾ അതിന് ഞങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്കിതിൽ വ്യക്തമായൊരു ഉറപ്പ് കിട്ടണം. അത് മീഡിയയിൽ വന്ന് പറഞ്ഞു പോകുന്നില്ല, ഞങ്ങൾക്ക് രേഖാപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഉറപ്പ് കിട്ടണം. അതിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ലീഗലി എങ്ങനെയാണ് ഞങ്ങൾക്കത് വാങ്ങിക്കേണ്ടത്, ഞങ്ങളത് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങൾ കൊച്ചി, നിങ്ങൾക്കറിയാവുന്ന പോലെ കൊച്ചിയും കോഴിക്കോടാണ്. കൊച്ചിയിലാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ്. കൊച്ചിയിലെ പ്രതിനിധികളുമായിട്ട് ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു ചർച്ച വയ്ക്കുന്നുണ്ട്. ആ ചർച്ചയ്ക്ക് ശേഷം ഇത് ഏത് രീതിയിൽ നാളെ മുതൽ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും. അത് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. പിന്നെ ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട ഒരാളെയും ഗവൺമെൻറ്റിന് അങ്ങോട്ട് ബന്ധപ്പെടാൻ പറ്റുന്നില്ല, കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. ഞാൻ ഇവരോട് ചോദിക്കുന്നത്, ഈ കമ്പനി ഈ ഗവൺമെൻറ് തലത്തിലുള്ള ഒരു സംവിധാനങ്ങളും അറിയാതെയാണോ കേരളത്തിൽ വന്ന് പ്രവർത്തിച്ചത് 4 വർഷം? ഇവരെ ബന്ധപ്പെടാനോ ഇവരുടെ ഓഫീസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇവരെ HR ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടോ ഇവരെ ഓണേഴ്സുമായി ബന്ധപ്പെട്ടോ ഒരു നമ്പറും കേരളത്തിലെ ഔദ്യോഗിക രേഖകളില്ലേ? ഒരു പെട്ടിക്കട ഇവിടെ തുടങ്ങണമെങ്കിൽ പഞ്ചായത്തിൽ എന്തൊക്കെ രേഖകൾ നമ്മൾ കൊടുക്കണം? നമ്മളെ ആധാർ കാർഡ്, നമ്മളെ മൊബൈൽ നമ്പർ അടക്കം എന്തൊക്കെ സാധനങ്ങൾ നമ്മളിവിടെ കൊടുക്കണം? ഒരു OTP വരാൻ ലേറ്റായാൽ പിറ്റേന്ന് പോകണം അക്ഷയയിലോ അല്ലെങ്കിൽ മറ്റേ പഞ്ചായത്ത് ഓഫീസിലോ. എന്നിട്ട് ഇത്രയും വലിയൊരു കോർപ്പറേറ്റ് കമ്പനി കേരളത്തിൽ വന്ന് 4 വർഷമായിട്ട് പ്രവർത്തിച്ചിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അധികാരികളുടെ നമ്പർ കേരള സർക്കാരിൻ്റെയോ ഇവിടുത്തെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ കയ്യിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ഇത് അല്പം ബുദ്ധിമുട്ടാണ്. ഇത് കണ്ണടച്ച് വിശ്വസിക്കാൻ ഞങ്ങൾ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ വ്യക്തമായ രീതിയിൽ പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ പോകും. അത് ഏത് രീതിയിൽ വേണമെന്നുള്ളത് ഇപ്പോൾ അവർ നിയമം പറഞ്ഞിട്ടാണ് ഞങ്ങളടുത്ത് പറഞ്ഞിരിക്കുന്നത്. നിയമപരമായി ഇത്രയും തന്നാൽ മതി എന്നുള്ളത്. നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞങ്ങൾ ചെയ്യും തീർച്ചയായിട്ടും. ഞങ്ങൾക്ക് ഉത്തരം തരേണ്ടത് ഇവിടുത്തെ തൊഴിൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഈ ചോദ്യത്തിന് അവർ ഉത്തരം പറയട്ടെ. ഞങ്ങൾ ഓൾറെഡി ചോദിച്ചതാണ്. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വ്യക്തമായിട്ട് ഇന്നലെ കൊച്ചിയിൽ മാധ്യമങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞു, ഈ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് അവർ കോഴിക്കോടുകാരിയാണ്. ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ലേബർ ഡിപ്പാർട്ട്മെൻറ്റോ സർക്കാർ വിചാരിച്ചാൽ ആ ഒരു വൈസ് പ്രസിഡന്റിൻ്റെ നമ്പർ, കോഴിക്കോടുകാരിയായ ഒരു വൈസ് പ്രസിഡന്റിൻ്റെ നമ്പർ ഒപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് എന്താണ് അപ്പോൾ കേരളത്തിൽ നടക്കുന്നത്? എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം? അങ്ങനെയാകുമ്പോൾ എന്താണ് ഇവിടുത്തെ നിയമവ്യവസ്ഥയുടെ അവസ്ഥ? എന്താണ് അങ്ങനെയാണെങ്കിൽ? ഇവരൊരു നമ്പറും ഒരു രേഖകളും ഇല്ലാതെയാണോ കേരളത്തിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഓഫീസ് 4 വർഷം ഇവിടെ തുടങ്ങിയത്? അങ്ങനെയാണെങ്കിൽ അവരിവിടെ ടാക്സ് അടച്ചിട്ടുണ്ടാവില്ലേ? ഞങ്ങളെല്ലാവരെയും ശമ്പളത്തിൽ നിന്ന് പ്രൊഫഷണൽ ടാക്സ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ മാത്രം കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് വാങ്ങിക്കുന്നുണ്ട്. ശരിയായിരിക്കും, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. പക്ഷേ ഞങ്ങളോട് വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സാലറി സ്ലിപ്പിൽ അതുണ്ട്. ഈ പ്രൊഫഷണൽ ടാക്സ് അവരടയ്ക്കുന്നത് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കല്ലേ, ഇവിടുത്തെ കോർപ്പറേഷനിലേക്കല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കോർപ്പറേഷനിൽ അതിൻ്റെ രേഖകൾ ഉണ്ടാവണ്ടേ? അതെന്താ അവിടെ കൊടുക്കാത്തത്? അതെന്താ അവർക്ക് കിട്ടാത്തത്? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഈ IndiCube എന്ന് പറയുന്നവരുമായിട്ടാണ് അവർക്ക് എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ IndiCube അവരുടെ അടുത്ത് അതുണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഇവിടുത്തെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റോ IndiCubeൻ്റെ അടുത്ത് നിന്ന് അവരുടെ ബന്ധപ്പെട്ട അധികാരികളുടെ നമ്പർ വാങ്ങിയിട്ട് അവരെ കണക്ട് ചെയ്യാൻ ശ്രമിക്കാത്തത്? സർക്കാർ അത് തെളിയിക്കണം. സർക്കാർ തെളിയിക്കേണ്ട സമയം നിങ്ങൾ മനസ്സിലാക്കണം. വെള്ളിയാഴ്ച ഞങ്ങൾക്ക് ഉറപ്പ് തന്നത് തൃക്കാക്കര MLA, ഞാൻ മനസ്സിലാക്കിയത് ഉമാ തോമസ് ആണ്, ലേബർ കമ്മീഷണറാണ്. ഇവരൊക്കെ സർക്കാർ ജീവനക്കാരല്ലേ, സർക്കാരിൻ്റെ ആളുകളല്ലേ? അവരാണ് അവിടുന്ന് ഞങ്ങളടുത്ത് പറയുന്നത് തിങ്കളാഴ്ച നിങ്ങൾക്ക് വരാം. തിങ്കളാഴ്ച ഞങ്ങൾ വന്നില്ലേ? ഞങ്ങൾ 900 സ്റ്റാഫും തിങ്കളാഴ്ച ഈ 2 ഓഫീസിൽ വന്നില്ലേ? എന്താ ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ ഞങ്ങൾക്ക് ഓഫീസിൽ കയറാൻ പറ്റുമോ? ഗർഭിണികളായ സ്ത്രീകളടക്കം പൊരിവേലത്ത് നിന്നില്ലേ? കൊച്ചിയിൽ വെയിലാണെങ്കിൽ ഇവിടെ മഴയായിരുന്നു. ഇത്ര ആളുകൾ കഷ്ടപ്പെട്ട് നിന്നില്ലേ? ഉച്ചവരെ ഞങ്ങൾ നിന്നില്ലേ? ഞങ്ങൾക്ക് കയറാൻ സമ്മതിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്? 11 മണിക്ക് ചർച്ച എന്നൊരു നാടകം വെച്ചു. എവിടെ? ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ. ആ 11 മണിയുടെ ചർച്ച കഴിഞ്ഞ് 1 മണിക്ക് MLAയും ലേബർ കമ്മീഷണറും ഞങ്ങളുടെ ഓഫീസിൽ എത്തുന്നവരെ ഇത്രയും ആളുകൾ പുറത്ത് നിന്നില്ലേ? ഒരു ശുചിമുറി ഉപയോഗിക്കാനുള്ള സൗകര്യം അവർ ചെയ്തു കൊടുത്തോ? ഒരു സൗകര്യം അവിടെ ചെയ്തു കൊടുത്തില്ല. ഈ ഫെസിലിറ്റി, ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്കറിയാം, നിങ്ങൾക്കൊരു വാഷ്റൂം ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് പുറത്തല്ല, നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോകണം. ഞങ്ങളത് കൊച്ചിയിലും സമാനമായ അവസ്ഥയാണ്. പുറത്തൊന്നുമില്ല. അവിടെ ആകെയുള്ളത് വേറൊരു മാക്സ് എന്നുള്ളൊരു ബിൽഡിംഗ് മാത്രമാണ്, മീൻസ് ഷോറൂം മാത്രമാണ്, വേറെ ഒന്നും അവിടെ ഇല്ല. ഇത്രയും ഞങ്ങൾ വിശ്വസിച്ച് നിന്നില്ലേ? ഇനി ഞങ്ങളോട് പറയുന്നു 10-ാം തീയതി വരെ കൂടെ നിങ്ങൾ വിശ്വസിക്കും. 10-ാം തീയതി അവർ പറയുന്നു 13-ാം തീയതി വിശ്വസിക്കും. ഞങ്ങളത് വിശ്വസിക്കണോ? അപ്പോൾ ഞങ്ങൾ വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് അതിനൊരു ഉറപ്പ് ലഭിക്കണം. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ആ നിബന്ധന ഞങ്ങൾ സർക്കാരിന് മുന്നിലേക്ക് വയ്ക്കും. ഞങ്ങളുടെ പ്രതിനിധികൾ ഇന്ന് ചർച്ച നടത്തുന്നുണ്ട്. ഞങ്ങൾ ഈ ചോദ്യത്തിന് ഞങ്ങൾ ഉത്തരം പ്രതീക്ഷിക്കുന്നുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്. എന്തുകൊണ്ട് ആരെയും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല? അത് സർക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ്, കോർപ്പറേഷന് അല്ലെങ്കിൽ വേറെ അവർ വിളിച്ചത് അവൾ വ്യക്തമാക്കി പറയണം. എന്തുകൊണ്ട് കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരാളെ നമ്പർ ലഭിക്കുന്നില്ല? എന്തുകൊണ്ടാണ് ഒരു പച്ചക്കള്ളം പറയുന്നത്? IndiCubeൻ്റെ അണ്ടറിലാണ്. IndiCubeൻ്റെ നിങ്ങൾക്ക് ചോദിക്കാമല്ലോ. അവർ പറഞ്ഞല്ലോ, MLAയുടെ മുന്നിലല്ലേ പറഞ്ഞത് ഞങ്ങൾ വരെ പുറത്തേക്ക് ക്ലോസ് ചെയ്തു എന്ന്.
സോയിൽ വകുപ്പ് മന്ത്രിയാണ് ഇപ്പോൾ ഇന്നലെ വൈകുന്നേരത്തെ എല്ലാ ന്യൂസിലും മാധ്യമങ്ങളിലും വന്നിട്ട് ഇന്ന് ഞങ്ങളുടെ പ്രതിനിധികളുമായിട്ട് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ചർച്ച ചെയ്തിട്ട്, ഞാൻ പറഞ്ഞു കൊച്ചിയിലാണ് ഹെഡ് ഓഫീസ്, ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് ഇത് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഇന്ന് രാവിലെ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോയതിൻ്റെ കാരണം അതുകൂടെ പറയാം. ഇന്ന് രാവിലെ ഞങ്ങളടുത്ത് MLA പറഞ്ഞപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഇവിടെ നിങ്ങൾ കണ്ടു ഏതാണ്ട് 85% സ്ത്രീകളാണ്. അവരെ ഇവിടെ ഞങ്ങൾ പിടിച്ചു വെക്കുമ്പോൾ ഞങ്ങൾ കാണിക്കുന്നത് ഒന്നാമത് അവർക്ക് അവരുടെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അവരോട് പോകാൻ പറഞ്ഞാണ്. നാളെ കുറച്ച് പേര് വന്നിട്ട് ഒപ്പിടാനാണ് പറഞ്ഞത്. അതെങ്ങനെ വേണമെന്നുള്ളത് ഞങ്ങൾ ഇന്ന് വൈകുന്നേരം തീരുമാനിച്ചിട്ട് ഞങ്ങളത് സർക്കാരിലേക്ക് അറിയിക്കും. MLA അല്ലെങ്കിൽ ലേബർ കമ്മീഷനെ ഞങ്ങൾ രേഖാമൂലം അറിയിക്കും ഞങ്ങൾക്കിത് വേണമെന്നുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.